പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 25 ശനി. പ്രധാന വാർത്തകൾ. ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിൽ വാഹനത്തിന് തീപിടിച്ചു. ആർക്കും പരിക്കുകളില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. യാത്രികർ സുരക്ഷിതരാണ്. അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സുരക്ഷ ഉറപ്പാക്കാനായി വാഹനങ്ങൾ ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും മാനുവൽ അഗ്നിശമന ഉപകരണം സൂക്ഷിക്കണമെന്നും CDA ആവശ്യപ്പെട്ടു. അപകടത്തിന്റെ കാരണം അറിവായിട്ടില്ല. ആദം ഹൈമ റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചു വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചത് ഇത് പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിന് കാരണമായി. രാജ്യത്തിന്റെ വടക്ക് ഭാഗങ്ങളിലാണ് കൂടുതൽ പൊടിക്കാറ്റ് ശക്തിപ്പെട്ടത്. പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണു നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട്. കാഴ്ചപരിധി ചുരുങ്ങുകയും ചെയ്തു. അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം. അടുത്ത ദിവസങ്ങളിൽ കനത്ത പൊടിക്കാറ്റ് തുടരാനിടയുണ്ട്. പൊടിക്കാറ്റ് ശക്തമാക്കുന്നതിനാൽ കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ആദം ഹൈമ റോഡ് വഴി ഉപയോഗിക്കുന്നത്. രാത്രി സമയങ്ങളിൽ അടക്കം ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നു. അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്നവരും ആദം ഹൈമ തുംറൈത്ത് റോഡ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇടയ്ക്കിടെ റോഡിലേക്ക് മണൽ കയറുന്നതിനാൽ പകൽ സമയങ്ങൾ അടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നവർ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തണം. അപകടം അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കുന്നതിന് മുഴുവൻ സമയവും ഈ വഴികളിൽ പെട്രോളിംഗുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട്. ഒമാനിൽ സവാള നിരക്ക് വീണ്ടും പഴയ നിലയിലേക്ക്. 10 ഇരട്ടി വരെ ഉയർന്ന് 1 കിലോ ഉള്ളിക്ക് 1 റിയാലിന് മുകളിൽ ഈടാക്കിയിരുന്ന കടകളിൽ 250 പൈസയ്ക്ക് ഉള്ളി ലഭ്യമായി തുടങ്ങി. വരും ദിവസങ്ങളിൽ നിരക്കിനിയും കുറയുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന. ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റും ഓഫർ നിരക്കിൽ ഇതിൽ കുറഞ്ഞ വിലയിലും ഉള്ളി ലഭിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വലിയുള്ളി ഒമാൻ വിപണിയിൽ കൂടുതലായി എത്തുന്നതാണ് നിരക്ക് കുറയാൻ ഇടയാക്കിയത്. കയറ്റുമതി വിലക്ക് നീങ്ങിയ ഇന്ത്യയിൽ നിന്നും ഉള്ളി നേരത്തെ തന്നെ ഒമാനിലെത്തിയിരുന്നെങ്കിലും വില പഴയ നിലയിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ആവശ്യത്തിന് ഉള്ളി വിപണിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റും ചില്ലറ സ്ഥാപനങ്ങളിലും ഉള്ളിയുടെ വില കുത്തനെ കുറയുകയാണ്. ഇപ്പോൾ സമീപ മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഉള്ളി ലഭിക്കുന്നത്. 200 പൈസയ്ക്കും 300 പൈസയ്ക്കും ഇടയിലാണ് നിലവിലെ നിരക്ക്. യമൻ ചൈനീസ് വലിയുള്ളികൾ സുലഭമായി എത്തുന്നതോടെ വീണ്ടും വില കുറഞ്ഞേക്കും. ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാകും. കൂടുതൽ ഉള്ളി എത്തുന്നതോടെ ഓഫറുകളുമായി വാണിജ്യ സ്ഥാപനങ്ങളും രംഗത്തെത്തും. ഗുണനിലവാരത്തിലും മികച്ച ഉള്ളി തന്നെയാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആദ്യത്തിൽ കിലോ ഉള്ളിക്ക് 1 റിയാലിന് മുകളിൽ വരെയാണ് ഈടാക്കിയിരുന്നത്. ഇറക്കുമതി നിലച്ചതോടെ ഉള്ളി വില 10 ഇരട്ടി വരെ ഉയർന്നു. മാത്രമല്ല ഇക്കാലയളവിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാക്കനി ആയിരുന്നു. ഇതിനിടെ സുലഭമായ യമൻ ഉള്ളി വിപണിയിൽ എത്തിയതോടെ നിരക്കിൽ നേരിയ കുറവുണ്ടായി. ഗസായിൻ സെൻട്രൽ മാർക്കറ്റ് തുറന്നതിന് പിന്നാലെ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും വിപണിയിൽ എത്തിക്കുന്നതിനും സൗകര്യമൊരുങ്ങിയിട്ടുണ്ട്. രാജ്യത്തിന് ആവശ്യമായ പഴം പച്ചക്കറികൾ ഇവിടെ ലഭ്യമാക്കുന്നതിനാൽ വിലക്കയറ്റം ഒഴിവാക്കുന്നതിനും രാജ്യത്തിന് കഴിയും. ഇതിന് ആവശ്യമായ നടപടികൾ മന്ത്രാലയവും ബന്ധപ്പെട്ട വകുപ്പുകളും സ്വീകരിച്ചു വരുന്നുണ്ട്. പുകയില ഉപയോഗത്തെ പടികടത്താൻ ദേശീയ ക്യാമ്പയിനുമായി ആരോഗ്യ മന്ത്രാലയം. 1 വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിൽ സ്കൂളുകൾ, പൊതു-സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പൊതു ഇടങ്ങൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഒമാനി വനിതാ അസോസിയേഷനുകൾ എന്നിവിടങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചാകും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. ഇതിനായി വിവിധ മാധ്യമങ്ങളെയും മന്ത്രാലയം ഉപയോഗപ്പെടുത്തും. വിദ്യാർത്ഥികളിൽ നിന്ന് ബോധവൽക്കരണം ആരംഭിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. പുകയില ഉപയോഗത്തിലെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തെ ബോധ്യപ്പെടുത്തും.
വിവിധ ഇനം പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ തുടങ്ങിയവയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് ഉയർന്ന നികുതിയും പരസ്യനിരോധനവും പൊതുസ്ഥലങ്ങളിലെ പുകവലി വിലക്കും ഉൾപ്പെടെ ഏർപ്പെടുത്തി സർക്കാർ പ്രതിരോധം തീർത്തിരുന്നു. എങ്കിലും ഇവയുടെ ഉപയോഗം തുടരുകയും ഇതുവഴി ആരോഗ്യ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പ്രതിരോധ ക്യാമ്പയിനുമായി ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പുകയില ഉപയോഗവും പൊതുജനാരോഗ്യത്തിന് ഗണ്യമായ ഭീഷണി ഉയർത്തുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയം ആസൂത്രണ ആരോഗ്യകാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ സാലിം അൽ മന്താരി പറഞ്ഞു. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്ത ശാസ്ത്രീയ തെളിവുകൾ ഈ ഭീഷണിയെ സ്ഥിരീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം പുകയില ഉപയോഗം മൂലം പ്രതിവർഷം ലോകത്ത് 5 ദശലക്ഷത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നു. പുകയില ഉപയോഗം വ്യാപിക്കുന്നത് ചെറുക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും മരണനിരക്ക് 8 ദശലക്ഷത്തിലധികമാകുമെന്നും ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ എണ്ണം 1 ദശലക്ഷം കവിഞ്ഞു. ഫെബ്രുവരി 1 വരെ തുടരുന്ന ഉത്സവരാവുകൾ അവസാന വാരത്തിലേക്ക് കടന്നതോടെ സന്ദർശകരിൽ ഇനിയും വർധനവുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 23 മുതൽ 7 വേദികളിലായി അരങ്ങേറുന്ന ഫെസ്റ്റിവൽ അതിഥികൾക്ക് മികച്ച അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഓരോ ദിവസവും സന്ദർശകരാൽ നിറയുകയാണ് മസ്കത്ത് നൈറ്റ്സ് വേദികൾ. കുടുംബങ്ങളെയും ബാച്ചിലർമാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ആഘോഷ നഗരികൾ വെള്ളി, ശനി ദിവസങ്ങളിലാണ് നിറഞ്ഞു കവിയുന്നത്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ പുഷ്പമേളയാണ് പ്രധാന ആകർഷണം. ആമിറാത്ത് പാർക്കിലും നസീൻ ഗാർഡനിലും കൂടുതൽ സന്ദർശകരെത്തുന്നു. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ട്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, സൂർ അൽ ഹദീദ് എന്നിവിടങ്ങളിലും വ്യത്യസ്ത അനുബന്ധ പരിപാടികളും അരങ്ങേറുന്നു. ഒമാനിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികകളും ഇളവ് ചെയ്തുള്ള പാക്കേജിന് മന്ത്രിസഭാ കൗൺസിലിന്റെ അംഗീകാരം. 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള പാക്കേജ് വഴി ഇളവുകളും സാമ്പത്തിക ഒത്തുതീർപ്പുകളും അനുവദിക്കും. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിന് ഗുണകരമായ രീതിയിൽ വ്യക്തികളുടെയും ബിസിനസ് ഉടമകളുടെയും അവകാശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിതെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 7 വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കി. കൂടാതെ 2017 അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 10 വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലേബർ കാർഡുകൾ ഇതോടൊപ്പം റദ്ദാകും. ഇക്കാലയളവിൽ കാർഡ് ഉടമകൾ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷിക്കാത്തതിനാലാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം തൊഴിലാളി ഇവിടെ നിന്നും പോവുകയോ സേവന കൈമാറ്റം നടത്തുകയോ ഒളിച്ചോടിയ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതിന് അവസരം ലഭിക്കും. ഇതോടൊപ്പം ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളിലെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചു. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഏർപ്പെടുത്തുന്ന ഗ്രേസ് പീരീഡും മന്ത്രാലയത്തിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിന് ബന്ധപ്പെട്ട കക്ഷികൾ ഏർപ്പെടുത്തുന്ന ഗ്രേസ് പീരീഡും മന്ത്രാലയത്തിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഫെബ്രുവരി 1 മുതൽ 6 മാസം വരെയാണ് ഗ്രേസ് പീരീഡ്. ജോലി ഉപേക്ഷിച്ചതിന്റെ റിപ്പോർട്ട് റദ്ദാക്കുക, തൊഴിലാളിയുടെ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുക, തൊഴിലാളി രാജ്യത്ത് നിന്ന് അവസാനമായി പുറത്തുകടക്കുമ്പോൾ തൊഴിലുടമ വിമാന ടിക്കറ്റ് നൽകുക എന്നിവയും ഗ്രേസ് പീരീഡ് ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. ഫെബ്രുവരി 1 മുതൽ ജൂലൈ 31 വരെ വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു.
ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.